ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് MMES വൈസ് പ്രസിഡന്റായിട്ട് സേവനം ചെയ്യുന്ന ഏറ്റവും വന്ദനായ ഐസക് ബി പ്രകാശ് അച്ഛൻ, MMES സെക്രട്ടറി ഏറെ ബഹുമാനമുള്ള സുനു ജോയി അവറുകള്, മറ്റ് അതിലെ പ്രവർത്തകരെ, ഈ ഓൺലൈൻ ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പൗരസ്ത്യ സഭ എന്താ കാലത്തിന്റെ നല്ല അനുഭവങ്ങളെ, അനുഗ്രഹങ്ങളെ ആരാധനയുടെ പശ്ചാത്തലത്തിൽ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കന്ത കാലത്തിൽ വലിയ നിയോഗങ്ങള് നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഞായറാഴ്ചകളിൽ വായിക്കുന്ന ഏവങ്കേലിയോൻ ഭാഗങ്ങളും കന്ദകാലത്തിന് ശേഷം വന്നിരുന്ന സ്ലീഹ കാലത്തിലെ ഏവങ്കേലിയോൻ ഭാഗങ്ങളും ഒക്കെ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ നിയോഗങ്ങള് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു വലിയ വെല്ലുവിളിയായി ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ കാണുവാനും വിലയിരുത്തുവാനും വിനിയോഗിക്കുവാനും നമുക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ആരാധന വർഷത്തിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് സഭാ സമൂഹം വന്നു ചേരുമ്പോൾ ഇനിയും സ്വർഗാരോഹണ പെരുന്നാള്, അതിനുശേഷമായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് വിട വാങ്ങുന്നു, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രതാവായി പൂർണ്ണതയ്ക്കായിട്ട് അയക്കുന്നുവെന്നു വലിയ ഒരു ആഹ്വാനം പിന്നീട് പെന്തിക്കോസ്തി പെരുന്നാളിൽ ആ ആത്മനിറവിലൂടെ സഭാ സമൂഹം യാത്ര ചെയ്യുകയാണ്. പിന്നീട് രണ്ടാമത്തെ വരവിന്റെ പൗരോസിയയുടെ സെക്കൻഡ് കമ്മിങ്ങിന്റെ വലിയ അനുഭവമാണ് തുടർന്ന് നമ്മൾ സഭയിലൂടെ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ സമാജത്തിന്റെ ആയിക്കൊള്ളട്ടെ, ആത്മീയ സംഘടനകളുടെ മീറ്റിങ്ങുകളായിക്കൊള്ളട്ടെ, ഓൺലൈൻ കൂട്ടായ്മ ആയിക്കൊള്ളട്ടെ, സഭയുടെ ഈ ആരാധന വർഷത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ തിരുവചന വായനകളും വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്, അനുഗ്രഹപ്രദമാണ്, വരദായകമാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ആ ജനനത്തിന്റെ മുന്നറിയിപ്പോടുകൂടി ആരംഭിച്ച് സെക്കൻഡ് കമ്മിങ്ങിൽ വന്നു ചേരുമ്പോൾ ഒരു ആരാധന വർഷത്തിൽ ഒരു ക്രൈസ്റ്റ് എഫക്റ്റ്, ഒരു ക്രിസ്താനുഭവം എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുകയും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി നമ്മൾ കാത്തുകാത്തിരിക്കുകയും ചെയ്യാം. ഞാൻ ആമുഖ വാക്കുകളെ നീട്ടുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ, ചാപ്റ്റർ 5 വേഴ്സസ് 18-20. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം നമുക്കറിയാം, നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കാരണം ഉടുത്തൊരുങ്ങി വിവാഹ ശുശ്രൂഷയ്ക്ക് പള്ളിക്കകത്തും പുറത്തുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ മിന്നുകെട്ടിന്റെ സമയം വരുമ്പോൾ എല്ലാവരും ഒന്ന് ഓടിക്കൂടി എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ഒന്ന് വിലയിരുത്തുവാൻ കാഴ്ചക്കാരായിട്ട് നമ്മൾ നിലകൊള്ളുമ്പോൾ അവിടെ വായിക്കപ്പെടുന്ന ഒരു ഏവങ്കേലിയോൻ ഭാഗമാണ്. അവിടെ ക്രിസ്തു ആകുന്ന ഭൗമിക മണവാളനും
സഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ള സുദൃഢമായ ഒരു ബന്ധത്തിന്റെ വിവരണമാണ്, വർണ്ണനയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ സഭാ സമൂഹം എങ്ങനെയായിരിക്കണം? ഈ ദിവസങ്ങളിൽ നമ്മുടെ നിയോഗം നമ്മൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ്. അതിൽ ആ ആത്മീയ പശ്ചാത്തലത്തിൽ പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ പ്രേരണ, പ്രചോദനം എന്താണ്? അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ 5 വേഴ്സ് 18 ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ നിറഞ്ഞവരായി. പ്രിയമുള്ളവർ, ഈ ഒരു വാക്ക് മാത്രം, ഈ ഒരു വാചകം മാത്രമാണ് ഇന്ന് ധ്യാന വിഷയമായിട്ട് ഞാൻ എടുക്കുന്നത്. ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ആത്മനിറവുള്ളവരായി തീരുക, ആത്മീയ ചൈതന്യം പ്രാപിക്കുന്നവരായി മാറുക, ദൈവസന്നിധിയിൽ കൃപയിൽ ബലപ്പെടുക. എന്തെല്ലാം വിശേഷണങ്ങൾ ജീവിതത്തിൽ ഓരോരുത്തരും അവകാശ രൂപേണ നൽകപ്പെടുവാനായിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഈ 5-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ 2 സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 നിർബന്ധങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ നിർബന്ധം ആൽക്കഹോളിക് സ്പിരിറ്റാണ്. ലോകം തരുന്നതായിട്ടുള്ള ഒരാത്മാവിന്റെ പ്രക്രിയ. രണ്ടാമത്തേത് ഹോളി സ്പിരിറ്റിന്റെ ഒരാഹ്വാനമാണ്, പ്രചോദനമാണ്. വിശുദ്ധ മാമോദീസ വഴിയായിട്ട്, മൂറോൻ അഭിഷേകം വഴിയായി കർത്താവിന്റെ വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ട് ഈ സഭയിലെ അംഗമായി നമ്മൾ നിലനിൽക്കുമ്പോൾ, വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഞാൻ വിവരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ, പ്രചോദനം എന്താണ് എന്നിൽ? അത് ഒരുപക്ഷെ ഒരു മർത്തമറിയ സമാജം അംഗത്തോട് പറയാതെ തന്നെ തീർച്ചയായിട്ടും ആത്മാവിൽ നിറവുള്ളവരാണ് നാം എല്ലാവരും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിട്ടിരിക്കുന്നു. അതായത് ഇറ്റ്സ് അവർ ഹെറിറ്റേജ്, നമ്മുടെ അവകാശമാണ് ഈ പരിശുദ്ധാത്മാവ്. കാരണം സഭയിലൂടെ നമുക്ക് ധന്യമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പിതാക്കന്മാരാൽ ലഭിച്ചിട്ടുള്ളതാണ് ഈ പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം, ഞാൻ നൽകുന്ന വെള്ളം നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 7-ാം അധ്യായം 38-ാം വാക്യം, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത്രയും വാക്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ തുടരെ വായിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു MMVSന്റെ മെമ്പർ എന്ന നിലയിൽ ഈ ദിവസങ്ങളിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോ ബെന്തിക്കോസ്തി പെരുന്നാളിൽ വെള്ളം തളിപ്പിൽ മാത്രം പ്രകടമാകുന്ന, പ്രത്യക്ഷമാകുന്ന ഒരു ശുശ്രൂഷയിലെ ഒരനുഭവമാണോ എനിക്ക് വേണ്ടത്? അതോ ഈ സഭയിൽ ഇത്രത്തോളം ഞാൻ വേദവചനം വായിച്ച്, പ്രാർത്ഥിച്ച്, കുമ്പിട്ട്, കണ്ണുനീരൊഴുക്കി, വിശുദ്ധ കുർബാന അനുഭവിച്ച്, MMVSന്റെ മീറ്റിങ്ങുകളിൽ, ഓൺലൈൻ ശുശ്രൂഷയില്, അതുപോലെ തന്നെ മറ്റ് വാർഷിക കോൺഫറൻസില് എല്ലാം പങ്കെടുത്ത് മുന്നോട്ടായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അഭിമാനകരമായ ഒരു ആഗ്രഹം, താല്പര്യം, അഭിനിവേശം എൻ്റെ ജീവിതത്തിൽ എപ്പോഴേലും ഉണ്ടായിട്ടുണ്ടോ? കർത്താവ്, എനിക്കും പരിശുദ്ധാത്മാവിനെ ഈ സഭയിൽ പ്രാപിക്കണം, വീണ്ടും പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ വീണ്ടും പ്രാപിച്ച് എൻ്റെ ജീവിതത്തെ പ്രോജ്വലിപ്പിക്കണം, പ്രകാശിപ്പിക്കണം എന്നത് ഒരു വിവേകപൂർവമായ, ആത്മാർത്ഥമായ ഒരാഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ഒന്നാമത്തെ എൻ്റെ ഭാഗം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ടുഡേയ്സ് ലൈഫ്? ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ജഡീക മനുഷ്യനെയും ആത്മീയ മനുഷ്യനെയും ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ജഡീക മനുഷ്യന്റെ ചിന്തകൾ എന്തെല്ലാമാണെന്ന് നമുക്കറിയാം. ഇവിടെ ഈർഷ്യമുണ്ട്, പിണക്കമുണ്ട്, അതുപോലെ തന്നെ അസൂയയുണ്ട്, അഹങ്കാരമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നാട്ടിലൊക്കെ പറയാറുണ്ട്, ഇന്ന ആള് സ്ത്രീ സമാജത്തിന്റെ സെക്രട്ടറി ആയതുകൊണ്ട്, ജോയിന്റ് സെക്രട്ടറി ആയതുകൊണ്ട്, ട്രഷറർ ആയതുകൊണ്ട് ഞാൻ ഇനി സ്ത്രീ സമാജത്തിനെ വരുന്നില്ല. ഞാൻ കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട് പറഞ്ഞ ഒരു വാചകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജഡീക ചിന്തകള് ഒരു ജഡീക മനുഷ്യന്റെ ഭാവമായി, വികാരമായി, വിചാരമായി നമ്മളിലും ഉണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്, തള്ളിക്കളയാനായിട്ട് ഒക്കത്തില്ല.
എന്നാൽ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ട് ഞാൻ യെരുശലേമിലേക്ക് പോകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവർത്തികളിൽ 17-ാം അധ്യായം 18-ാം അധ്യായം എന്നീ അധ്യായങ്ങളിൽ സാക്ഷിക്കുന്നത് പോലെ സഭയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ടാണ്. എന്തോ ഒരു പൂർവമായ ഒരു അനുഗ്രഹം എനിക്കായിട്ട് ഈ പരിശുദ്ധാത്മാവിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ജഡീക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണം. അത് ഈ ഇന്നിന്റെ ലൈഫിൽ, ടുഡേയ്സ് ലൈഫിൽ നമുക്ക് അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. 2, നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ന്യായവിധിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, ശിക്ഷാവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തു എന്നാണ് നമ്മളെ. അനീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. പക്ഷെ നമുക്കിതുവരെ ആ ബോധ്യം വന്നിട്ടുണ്ടോ? ഞാൻ പറയും, വി ഹാവ് നോ അവയർനെസ് അബൌട്ട് സിൻ, അല്ലെ ഒരു സിൻഫുൾ ലൈഫിനെ കുറിച്ച് നമുക്ക് ഇതുവരെ ഒരു അവബോധം, ഉള്ളിൽ ഒരു ബോധ്യം വന്നിട്ടുണ്ടോ? ജസ്റ്റ് എന്താണ് എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഈ ഒരു പാപം ചെയ്താലും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ ടുഡേയ്സ് ലൈഫിൽ എന്തിനു പ്രാപിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളില് ഒരു പ്രേയർഫുൾ ലൈഫ് പലപ്പോഴും കുടുംബമായിട്ട് നമ്മൾ മറന്നു പോകുന്നുണ്ട്, വിട്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ ഒരാഴ്ചത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ കൂടെ പരസ്പരം ആവർത്തിക്കുന്ന ഒരു വാചകം ഇത് തന്നെയാണ്. അങ്ങ് ജോലിയുടെ തിരക്ക്, അപ്പൻ വന്നുചേരുന്ന സമയത്ത് അമ്മ വന്നുചേരുന്നില്ല, കുഞ്ഞുങ്ങള് പഠന ലോകത്തിൽ നിന്ന് തിരികെ വരുന്നത് മറ്റൊരു സമയത്ത്, ഒരുമിച്ച് കൂടുവാൻ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ ഒരു സ്വാധീനത്തിലും സംസ്കാരത്തിലും സ്വഭാവത്തിലും ഒരുപക്ഷെ വന്നുചേർന്നതായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെങ്കിൽ ഓർത്തു വെക്കണം, ഇതേപോലെ തന്നെ ജീവിച്ച ഒരു തലമുറ നാട്ടിലും വീട്ടിലും ദേശമെമ്പാടും രാജ്യത്തിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം മണ്ണിനോട് പടവെട്ടി, മണ്ണിൽ വിണ്ണിന്റെ ശബ്ദം കേട്ട് അവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് വിചാരിച്ച് മണ്ണിൽ നിന്ന് മണ്ണിനോട് പടവെട്ടി വീട്ടിൽ വരുമ്പോൾ പായിട്ട് മുട്ടുമടക്കി കുമ്പിട്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം കഞ്ഞി കുടിക്കുന്ന, ആഹാരം കഴിക്കുന്ന ഒരു അമ്മച്ചിയുടെ ആത്മീയ വിചാരം എന്തുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഗുണഗണമായി, വിചാരമായി, പുനരന്വേഷണമായി നമുക്ക് ഏറ്റെടുത്തുകൂടാ? അപ്പോൾ എല്ലാവരും പറയും, ഇവിടുത്തെ ലൈഫ് സ്കെഡ്യൂളിൽ ഇതൊന്നും നടക്കത്തില്ല. പക്ഷെങ്കിൽ അത് 10 മണിക്കായിരിക്കാം, അല്ലെങ്കിൽ 9:30-ക്കായിരിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് അത് 9 മണിക്കായിരിക്കാം. ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൽ ഒരു പ്രേരണ പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാകണം എന്നത് തീർച്ചയായിട്ടും ജീവിതത്തിന്റെ അനിവാര്യതയായിട്ട് സ്വീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കണം. 4-മതായിട്ട് ഞാൻ പറയുന്നത്, ഒരുപക്ഷെ ജോലിയിൽ വേണ്ടതുപോലെയുള്ള ഒരു ഉയർച്ച കിട്ടിയില്ല എന്ന കാരണത്താൽ പരാജയബോധം പലതരത്തിൽ നിർബന്ധങ്ങൾ നമ്മളിലേക്ക് തരുന്നതിനാൽ, നിരാശ കൂടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അമിതമായ ഒരു വിചാരം മനസ്സിലേക്ക് തള്ളി വരുന്നതിനാൽ, ഇനിയും ഒരു കാര്യം കൂടെ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ടു ഫേസ് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ചുള്ള ഭാവിയെ അംഗീകരിക്കാനായിട്ട്, അഭൂമീകരിക്കാനായിട്ടുള്ള വലിയ ഒരു കാര്യം വന്നു ചേരുന്നതിനാൽ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു സങ്കടം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ അതൊന്നും വിവരിക്കുന്നില്ല. ദൈവം ഇത്രയും പ്രാർത്ഥിച്ചപ്പോഴും എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? അപ്പൊ ടുഡേയ്സ് ലൈഫില് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കാനായിട്ടുള്ള മറ്റൊരു കാരണമാണിത്. ജീവിതത്തിന്റെ പരാജയബോധത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് എനിക്ക് എവിടെ ലഭിക്കും? തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി, കൃപയോടുകൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. 4D പ്രാർത്ഥനയുടെ എഫക്ട്സ് ആയിട്ട്
ചിന്തകന്മാർ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഡയറക്റ്റ് ആൻസർ, പ്രാർത്ഥിച്ചു ഉടനെ ഉത്തരം കിട്ടി. രണ്ടാമതായിട്ട് ഡിലേഡ് ആൻസർ, പ്രാർത്ഥിച്ചു എന്താണ് ഉത്തരം താമസിച്ചു. ഞാൻ വിവരിക്കുന്നില്ല, സമയക്കുറവുണ്ട്. മൂന്നാമതായിട്ട് ഡിനൈഡ് ആൻസർ ആണ്, പ്രാർത്ഥിച്ചു ദൈവം അത് നിരസിച്ചു, നിരാശ മാത്രമാണ് അപ്പോൾ. നാലാമതായിട്ട് ഡിഫറൻറ്റ് ആൻസർ ആണ്, ഒരു കാര്യം ചോദിച്ചു മറ്റൊരു കാര്യം കിട്ടി. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ആത്മീയ പശ്ചാത്തലത്തിൽ ദൈവം ഉണ്ടോ എന്ന് പോലും പരക്കെ നമ്മൾ അന്വേഷണം നടത്തും. അല്ലെങ്കിൽ ഈ രാജ്യത്ത് യഥാസ്ഥാനപ്പെട്ടിട്ടും പെടുത്തിയിട്ടും എന്തുകൊണ്ട് ദൈവം കൂടെ കൂടെ എന്നെ ക്രൂരമായി ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ പരാജയബോധം സമ്മതിച്ച് നിരാശയുടെ പടുകുഴിയിൽ വീണു പോകാതെ അവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പരിശുദ്ധാത്മാവിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കണം. അത് ഈ ദിവസങ്ങളിലെ തീർച്ചയായിട്ടും ഒരു നിയോഗമായിട്ട് ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ തക്കവണ്ണം ഞാൻ മുന്നോട്ട് ഇറങ്ങുകയാണ്. ഇനിയും അടുത്ത എൻ്റെ ഒരു വിഷയം, എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക? ചുമ്മാ ഒരിടത്തിരുന്നാൽ ഇത് കിട്ടുമോ? അല്ലെങ്കിൽ ഒരു നേരം പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അനുഭവിച്ചത് കൊണ്ട് മാത്രം ഇതെന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുമോ? വലിയൊരു ആഹ്വാനമായിട്ട് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യപ്പെടുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 1:7 എല്ലാവർക്കും അറിയാം. When the Holy Spirit come upon us, you are the witness, you will be the witness. നീ ഒരു സാക്ഷിയാണ്. അതെല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കണം. ലോകമെമ്പാടും, യെരുശലേമിലെ, യഹൂദയിലെ, ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളായിട്ട് തീരണം. അതെപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്നു ചേരുമ്പോൾ. ഈ ഓൺലൈൻ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ മാറുമ്പോൾ, കർത്താവേ നീ എന്നെ പിടിച്ചതാണ്, നീ എന്നെ പരിശുദ്ധാത്മാവിൽ സ്വാധീനിച്ചതാണ്. എനിക്ക് ഇന്നിന്റെ നാളുകളെ അഭൂമിയിരിക്കുവാൻ ഈ നിറവ് ആവശ്യമാണ്. പക്ഷെ ഇതെങ്ങനെയാണ് കൂടെ കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നു ചേരുക എന്നത് ചിന്തിക്കുമ്പോൾ, ഒന്നാമതായിട്ട് നമുക്ക് എങ്ങനെ ഈ എലിജിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും അതിന് ഒന്നാമതായിട്ട് പറയുന്നത് നിന്റെ ഹൃദയം നേരുള്ളതായിരിക്കണം. അത് ഒരുപക്ഷെ ആദ്യോടന്തം വേദോത്സവം പഠിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മാത്രമല്ല വെളിപാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 11, വെളിപാട് പുസ്തകം 22:11 പറയുന്നുണ്ട്, നീതിമാൻ ഇനിയും തന്നെ തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് അവിടെ കാണുന്നുണ്ട്. അവിടെ പറയുകയാണ് എന്താണ്? വീണ്ടും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. എവിടെയെങ്കിലും ജീവിതത്തിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനായിട്ടുണ്ടോ പരിശുദ്ധാത്മാവിൽ? എവിടെയെങ്കിലും കുറവുണ്ടോ? എവിടെയെങ്കിലും ന്യൂനതയുണ്ടോ? ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിടവുണ്ടോ? അവിടെ എവിടെയെങ്കിലും കുറവുണ്ടോ? യഥാർത്ഥ മാതൃത്വത്തിൽ നിന്ന് അന്യപ്പെട്ട് പോയിട്ടുണ്ടോ? യഥാർത്ഥ പിതൃത്വത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിച്ചിട്ടുണ്ടോ? ഒരു മർത്തോറി സമാജത്തിന്റെ MMVSന്റെ മെമ്പറായിട്ട് യഥാർത്ഥമായിട്ട് വചനം പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതോ ഈ ചുമ്മാതെ ഇങ്ങനെ ഒരു സമവാക്യ രൂപേണ മുന്നോട്ട് ജീവിക്കുകയാണോ? ഹൃദയം നേരുള്ളതായി തീരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയും പ്രചോദനവും നിറവും ഉണ്ടാകും. അഭിചാരകനായ ശീമോന് പത്രോസിന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, എനിക്കും കൂടി ഇത് തരാമോ? എനിക്കും കൂടി ഈ പരിശുദ്ധാത്മാവ് തരാമോ? എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഉടനെ പത്രോസ് മറുപടി പറയുന്നുണ്ട്, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിക്കൊണ്ട് ഈ കാര്യത്തിൽ ഓഹരിയും പങ്കുമില്ല. പിന്നീട് ശീമോൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 8:27 മുതൽ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക? ഹൃദയം നേരുള്ളതായിരിക്കണം. കുറച്ചുകൂടെ വിശദീകരിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ കോഡ് ഓഫ് കോണ്ടാക്ട്, ഒരു ആത്മീയ പെരുമാറ്റ ചട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കണം. അതല്ലേ യെശയ്യാവിന്റെ പുസ്തകം 55:7 ദുഷ്ടൻ തന്റെ വഴികളെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവനോട് കരുണ കാണിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനായിട്ട് ഇന്നിന്റെ ജീവിത ശൈലി അത്
എന്താണ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടതാണെങ്കിൽ ഒരു തിരിച്ചുവരവ് ജീവിതത്തിൽ അനിവാര്യമാണ്, ആവശ്യമാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനായിട്ട് നമ്മളിൽ അതിന്റെ ഒരു വിശപ്പും ദാഹവും എപ്പോഴും ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:37 ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വീണ്ടും വെളിപാട് പുസ്തകം 21:6 ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഇതൊരു ആഗ്രഹമാണ്, ഇതൊരു അന്വേഷണമാണ്, ഇതൊരു സമർപ്പണത്തിന്റെ ഭാഗമാണ്. ശമരിയാക്കാരത്തി സ്ത്രീയോട് പറയുകയാണ്, എന്താണ് ജീവജലത്തിന്റെ നീരുറവ അത് അപേക്ഷിക്കുമ്പോൾ, ദാഹിക്കുമ്പോൾ നിനക്കായിട്ട് ഞാൻ തരുമെന്നുള്ളത്. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി തീവ്രമായ ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് നമ്മളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി, ഒരു കുറവും ഇല്ലാതെ ജോലി തന്നു, കുഞ്ഞുങ്ങളെ തന്നു, കുടുംബം തന്നു, ഭാര്യ ഭർത്തൃ ബന്ധം തന്നു, എവിടെയൊക്കെ നമ്മളെ ഉയർത്താമോ അവിടെയൊക്കെ ഉയർത്തി. പക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും, എത്രയോ ബന്ധിക്കോസി പെരുന്നാളിലൂടെ, സ്ലീഹ കാലത്തിലൂടെ നമ്മൾ കടന്നുപോയി, എത്ര സ്വർഗാരൂഢ പെരുന്നാളിൽ നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ കർത്താവെ എന്നിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ ഉണ്ടാകണമെന്ന് എത്ര പേര് ഈ സഭയിൽ ഈ MMVSന്റെ അംഗമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നത് ഒന്ന് ചിന്തിക്കണം. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:13 ഞാൻ പറയാം, എപ്പോഴും വാക്യം കാണാതെ പഠിക്കണം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത് യാചിക്കുന്നവർക്ക് മാത്രമായിട്ട് നൽകപ്പെടുന്നതാണോ എന്നതും കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവസാനം ഒരു കാര്യം കൂടെ, ആർക്കാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനായിട്ട് കഴിയുക? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക്. വിശുദ്ധ അപ്പോസ്തല പ്രവർത്തികൾ 5:32 ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും ഇതിന് സാക്ഷിയാകും. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും ഇതിന് സാക്ഷികളാകും. ഞാൻ ആദ്യമേ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാപിക്കണം? ജീവിതത്തിന്റെ ചില ദുഷ്ട വഴികൾ ഉപേക്ഷിക്കപ്പെടുവാൻ, ജഡീക മനുഷ്യന്റെ വിചാരങ്ങളെ എന്നേക്കുമായിട്ട് ഉന്മൂലമാക്കുവാൻ, പാപപ്രവർത്തികളെ നിഷ്കാസനം ചെയ്യുവാൻ, അതുപോലെ തന്നെ ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാറുവാൻ, ഇതിനൊക്കെയും പരിശുദ്ധാത്മാവിന്റെ കൃപ ആവശ്യമാണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് ഇതിന്റെ എലിജിബിലിറ്റി നേടിയെടുക്കേണ്ടത്? ഇപ്പോൾ ആർ യു എലിജിബിൾ ഫോർ റിസീവിങ് ഹോളി സ്പിരിറ്റ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പറയാം, ഐ ആം നോട്ട് ഏബിൾ ടു റിസീവ് ഹോളി സ്പിരിറ്റ്, ഐ ആം നോട്ട് എലിജിബിൾ, അങ്ങനെ പറയത്തുള്ളൂ. കാരണം പിതാക്കന്മാരെ പോലെ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അവസാന ദിവസങ്ങള് തിരുമേനിയുടെ ശരീരം ഒരുപാട് ഒട്ടി മെലിഞ്ഞ് ഉണങ്ങി എന്നാണ് ജീവചരിത്രത്തിൽ വായിക്കുന്നത്. കാരണം ഈ ഹോളി സ്പിരിറ്റ് സ്വീകരിക്കപ്പെടാനായിട്ട് ശരീരം പോലും നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ പക്ഷെങ്കിൽ ശരീരത്തിന് അത് സാധിക്കുന്നില്ല. കുമ്പിട്ട് നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൃപയിൽ നിലനിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും പ്രാപിപ്പാനായിട്ട് ഒട്ടിയ ശരീരം കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പിതാക്കന്മാരൊക്കെ എഴുതി വെച്ചത് വായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇനി അവസാനം ഒരു കാര്യം കൂടെ, ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ അനുഷ്ഠാനങ്ങളിലൂടെ, ഈ ആരാധനയിലൂടെ, ഈ ആരാധന വർഷത്തിലെ പെരുന്നാളുകളിലൂടെ പ്രാപിച്ചു കഴിയുമ്പോൾ ബെന്തിക്കോസ്തി ദിവസം ഒരു കാര്യം തളിക്കപ്പെടുമ്പോൾ നമ്മൾ പറയണം, പരിശുദ്ധാത്മാവിന്റെ 9 ഫലം എനിക്ക് കിട്ടി. അതാണ് ലോകത്തിന് കൈമാറേണ്ടത്. അപ്പോൾ ക്രിസ്തു യേശുവിന്റെ ആ വലിയ ആഹ്വാനം, the Holy Spirit upon us, come upon us, you are the witness. എന്താണ് പരിശുദ്ധാത്മാവെന്ന് ചേരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ട് മുന്നോട്ട് ജീവിക്കും, ഫലങ്ങൾ ലോകത്തിന് കൊടുക്കും. വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന എത്ര പേര് 9 ഫലം ഒറ്റ ശ്വാസത്തിൽ പറയും? സ്നേഹം, സന്തോഷം, ലവ്, ജോയ്, ഹാപ്പിനെസ്, ഇങ്ങനെയുള്ളത് ഒറ്റ ശ്വാസത്തിൽ എത്ര പേര് പറയും? ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്. LJ പൗലോസ് അങ്കിളിന് LKGയിൽ ഫെയ്ത്ത്ഫുൾ ഗുഡ് സിഗ്നേച്ചർ കിട്ടി.
ഒന്നുകൂടെ പറയട്ടെ, LJ പൗലോസ് ഇതിന്റെ ഓരോ ഇംഗ്ലീഷ് ലെറ്ററും ഓരോ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. എല്ലെന്ന് പറഞ്ഞാൽ ലവ്, നിങ്ങൾ ബാക്കി കണ്ടെത്തിയാൽ മതി. എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. LJ പൗലോസ് അങ്കിളിന് LKGയിൽ പരീക്ഷയ്ക്ക് ഫെയ്ത്ത്ഫുൾ ഗുഡ് സിഗ്നേച്ചർ കിട്ടി. 9 ഫലമാണ് പറഞ്ഞത്. അതൊന്ന് ഹോംവർക്കായിട്ട് തരികയാണ്. മറ്റൊരു ഹോംവർക്ക് കൂടെ, അത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഐസക് അച്ഛൻ സമ്മാനം തരും. മറ്റൊന്നുമല്ല, പൗലോസിന്റെ ഒരു ലേഖനമല്ലേ, FAC ലേഖനത്തിൽ നിന്നാണ് ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ഒരു വാചകം ഞാൻ സമർത്ഥിച്ചത്. പൗലോസ് അപ്പോസ്തലന്റെ കുടുംബക്കാർ ആരെല്ലാം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ കുടുംബക്കാര് ആരെല്ലാമാണ്, അവരുടെ ഒരു പേര് വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത മീറ്റിങ്ങിൽ ഐസക് ബി പ്രകാശ് അച്ഛനോട് പറയണം. ഇങ്ങനെ കൂടെ എന്താണ്, വചനം പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം മാത്രമാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാര്യ, സഹോദരനുണ്ട്, സഹോദരൻ, അങ്ങനെ ആരെല്ലാം ഉണ്ട് പൗലോസ് അപ്പോസ്തലന്, അതൊന്ന് കണ്ടെത്തി ഒന്ന് പറയപ്പെടുന്നത് പഠിക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധാപൂർവമായ ഒരു സാഹചര്യമാണ്. വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ഈ ദിവസങ്ങളിൽ നിറയുവാനായിട്ട് സഭ ആഹ്വാനം ചെയ്യുന്നു. പെന്തിക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം ലോകത്തിന് കൊടുക്കണം. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ തിരുമേനി, ഇന്ന് എന്നോടൊപ്പം സംബന്ധിക്കുന്ന വന്ദനായ ഡോക്ടർ VC വർഗീസ് കോറെപ്പിസ്കോപ്പ അച്ഛൻ്റെ കൊച്ചമ്മ ഇവിടെയുണ്ട്. മുഖ്യമായ സന്ദേശം നമുക്ക് നൽകിയ പ്രിയപ്പെട്ട ബിജു അച്ഛൻ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, സുപരിചിതമായൊരു വേദഭാഗത്തെ ഇന്നത്തെ കാലഘട്ടത്തിനും പ്രത്യേകിച്ച് ആരാധനാ വർഷത്തിനും അനുയോജ്യമായി നമ്മളെ പരിചയപ്പെടുത്തുവാൻ ബിജു അച്ഛൻ ശ്രദ്ധേയമായി നമ്മളെ എല്ലാവരെയും ആ ഒരു വലയത്തിലേക്ക് കൊണ്ടുവന്നു. Ephesians chapter 5 verses 19 and 20. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. ഈ വിഷയത്തെ അവതരിപ്പിക്കുവാനായി അച്ഛൻ നമ്മുടെ മുമ്പിൽ വെച്ച ചില ചോദ്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ വെച്ച ചോദ്യം അതൊരു അസൈൻമെന്റാ. പക്ഷേ ഇൻ ബിറ്റ്വീൻ ദ സെർമൺ നമുക്ക് കിട്ടിയ ചില ചോദ്യങ്ങൾ, ഒന്ന്, യഥാർത്ഥമായി നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിന് വേണ്ടിയുള്ള ഒരു പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ടാണോ നിൽക്കുന്നത്, അതോ ആ പെരുന്നാളിലൂടെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സാധിച്ചെടുപ്പിക്കുവാൻ ലഭിക്കുന്ന ഒരു നിമിഷമായിട്ട് ഇതിനെ പലപ്പോഴും മാറ്റാറുണ്ട്. അതിന്റെ ഗൗരവത്തെയാണ് അച്ഛൻ വിശദീകരിച്ച് പല ചിന്തകളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയത്. പലപ്പോഴും നമ്മുടെ പെരുന്നാളുകളൊക്കെ, നമ്മൾ പ്രത്യേകിച്ച് വിശുദ്ധന്മാരുടെ പെരുന്നാൾ, ഇപ്പോൾ സഹദായുടെ പെരുന്നാൾ നടക്കുക, സഹദായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തപേക്ഷിക്കണമെന്നോ? നല്ലൊരു ക്രിസ്ത്യാനിയാകാനല്ല, നല്ല വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം കാഴ്ചവെക്കാനല്ല. എനിക്ക് ചിലതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കാനുണ്ട്, അത് വേണ്ടെന്നല്ല. പക്ഷെ അതിലും പ്രധാനപ്പെട്ടതാണ് ഒരു ക്രൈസ്തവന് അനുയോജ്യമായ ഒരു ജീവിത മാർഗരേഖയിലേക്ക് ഞാൻ എത്തിച്ചേരുക. അതിന് ഈ വരുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹീതമായ പുതുക്ക പെരുന്നാൾ ഇടയാക്കണം എന്നൊരു ചിന്തയാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് നൽകിയത്. എബ്രായ ലേഖനത്തിലും പരിശുദ്ധനായ പൗലോസ്ലീഹ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉപദേശം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് 13-ാം അധ്യായം, അത് അവസാനിക്കുന്ന അധ്യായമായ എബ്രായ ലേഖനം, അതിന്റെ 7-ലാണ് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും എന്ന് തുടങ്ങി 15-ഉം 16-ൽ എത്തുമ്പോഴേക്കും നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്തോത്രയാഗങ്ങളും അത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നൽകപ്പെടുകയും അത് സ്വീകരിക്കുമ്പോൾ ആ യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് വരുത്തുവാനുള്ളൊരു ആഹ്വാനം കൂടിയാണ് പ്രിയപ്പെട്ട ബിജു അച്ഛൻ നമ്മുടെ മുമ്പിലേക്ക് നൽകിയത്.
വളരെ ഭംഗിയായി വളരെ വേഗത്തിൽ സംസാരിക്കുന്നെങ്കിലും ധാരാളം കാര്യങ്ങൾ പെരുമഴ പോലെ അച്ഛൻ അതിന്റെ മധ്യത്തിൽ പറയാനായിട്ട് ആഗ്രഹിച്ചു. വളരെ സന്തോഷമുണ്ട് അച്ഛന്റെ ഈ പ്രഭാത സന്ദേശം. അത് ഞങ്ങൾക്കൊക്കെ നന്മയ്ക്കായി ഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വർഷത്തെ പെരുന്നാളുകളിൽ, സഹദായുടെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോഴും പെന്തക്കോസ്തി പെരുന്നാളിൽ പങ്കെടുക്കുമ്പോഴും കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൂടെ പോകുമ്പോഴുമൊക്കെ ഞങ്ങൾക്കിതൊരു പുതിയ മാറ്റത്തിന്റെ കാറ്റായി വീശട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നു, ആശംസിക്കുന്നു. അച്ഛന്റെ നല്ല സമയത്തിനും നല്ല സന്ദേശത്തിനും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. 2 അസൈൻമെന്റ് അച്ഛൻ തന്നു. ഒന്നിന്റെ സമ്മാനം അച്ഛൻ തന്നെ തരും. രണ്ടാമത്തതിന്റെ സമ്മാനം അത് ആദ്യം ഞാൻ അതിന്റെ ചുമതല ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കും. ആദ്യം അതാര് സെക്രട്ടറിയോട് അത് പറയുന്നു, അവരുടെ പേര് തന്നാൽ മതി. നിശ്ചയമായും വൈസ് പ്രസിഡന്റിന്റെ സമ്മാനം അച്ഛൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാനായിട്ട് നിശ്ചയമായും നൽകും. ആദ്യം വരുന്ന ആൾക്ക് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ അയച്ചായിരുന്നു, പക്ഷെ ഇനി വന്നില്ലെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരരുത്. ആദ്യം ഇവിടെ എത്തുന്നത് ഏതാണോ അതിനനുസരിച്ച് അതിന്റെ ക്രമീകരണം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ അനുഗ്രഹീതനായ ഡോക്ടർ വി സി വർഗീസ് കോറപ്പിസ്കോപ്പ അച്ഛൻ മറ്റൊരു ശുശ്രൂഷയ്ക്ക് എന്നെ കൂടെ കൊണ്ടുപോകാനുള്ള താല്പര്യത്തിൽ ഇവിടെ വന്നതാണ്. ഞാൻ പറഞ്ഞ മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് വരികയും പങ്കെടുക്കുകയും ചെയ്തു. അച്ഛനോടും കൊച്ചുമ്മയോടുമുള്ള കൃത്യമായ സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് വരിക. ബഹുമാനപ്പെട്ട